ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഹെൽത്തിയാണ്, ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ടോപ്പിക്ക് ദേഷ്യം. നിങ്ങൾക്ക് ആരിനോടെങ്കിലും ദേഷ്യമുണ്ടോ? ദേഷ്യം കൊണ്ട് എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? നല്ല ഉറക്കം ലഭിക്കാറുണ്ടോ? മനസ്സമാധാനം കിട്ടുമോ? സന്തോഷം കിട്ടാറുണ്ടോ നിങ്ങൾക്ക്? ഇത് എൻ്റെ ലൈഫിൽ നടന്നൊരു കാര്യമാണ്. എൻ്റെ ഫാദർ എൻ്റെ വല്യച്ഛനുമായിട്ട് 20 വർഷം ദേഷ്യമായിരുന്നു. ആ ദേഷ്യം മക്കൾ പാരമ്പര്യമായിട്ട് ദേഷ്യം പകയായി കൊണ്ടു നടന്ന് ഞങ്ങളുടെ കുട്ടിക്കാലം എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദേഷ്യം കൊണ്ടും ഒന്നും നേടാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്ക് ലഭിച്ചത്. ഇതുവരെ അച്ഛൻ പറയണത് തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞ് അവരുടെ പിന്നാലെ പോയതാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ദേഷ്യമാണ് വരുന്നതെങ്കിൽ നമ്മുടെ ബോഡിയിൽ നെഗറ്റീവ് ഹോർമോണും സന്തോഷമാണെങ്കിൽ പോസിറ്റീവ് ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ ഹോർമോണ്. ദേഷ്യം വന്നാൽ നമ്മുടെ മുഖമെല്ലാം കറുത്ത് ഭംഗിയേ ഉണ്ടാവില്ല. മുടി വരെ ഒരു ഡ്രൈ ആയിട്ട് പോകും. സ്കിന്നും കളർ ചേഞ്ച് വരെ മാറാൻ സാധ്യതയുണ്ട്. സന്തോഷകരമായി ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഡോപ്പോമിൻ, എൻഡോർഫിൻ, സെറാട്ടോൺ, ഓക്സിറ്റോസിൻ. അപ്പോൾ സന്തോഷമായിരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. നമ്മുടെ മുഖം നല്ല ബ്രൈറ്റായിരിക്കും, ബ്യൂട്ടിഫുള്ളായിരിക്കും. ആര് കണ്ടാലും നമ്മളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടും. ദേഷ്യപ്പെട്ട് നടന്നിട്ട് എന്താ കാര്യം? ദേഷ്യം കുറയ്ക്കാൻ നമ്മൾ ഫ്രണ്ട്ഷിപ്പുമായിട്ട് കുറേ നേരം സംസാരിക്കുകയും ചിരിക്കുകയും ഹാപ്പിയായിരിക്കാൻ പറ്റും. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.